കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഒരു ടാസ്ക് കിട്ടി കേട്ടോ. ഒരിടത്ത് കൊണ്ടുവന്നേ ഈ റാമ്പിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന വഴി വരണമെങ്കിൽ 3 ട്രെയിലർ അപ്പുറത്ത് ലോഡിങ് അൺലോഡിങ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. 3 ട്രെയിലർ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗത്ത് വരാനുള്ളൂ. നിങ്ങൾക്ക് ആ വഴി അവിടെ ട്രെയിലർ നടക്കുന്ന കാണാം. അപ്പോൾ അതുവഴിയാണ് വരേണ്ടത് കേട്ടോ. വന്നിവിടെ നമുക്ക് ഈ റാമ്പിൽ വെക്കേണ്ടത്. അപ്പോൾ അവിടെ 3 ട്രെയിലർ കിടപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ ഇതുവഴി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സിറ്റ് ആവുന്ന വഴിക്ക് റിവേഴ്സ് വെച്ച് കയറി കേട്ടോ. എക്സിറ്റ് ആവുന്ന വഴി കാണിച്ചു തരാം. കാരണം ഒന്നാമത് സമയമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സാധനങ്ങളെല്ലാം കൂടെ ഈ സൈഡിൽ ഇരുന്നത് കാരണം കുറച്ച് ബുദ്ധിമുട്ടി. നേരെ അവിടെ വന്നിട്ട് വേണ്ട, ഇത് നല്ല ഇറക്കവും കൂടെയാണ്. ഇറക്കവും ഈ വളവും ഈ റോഡ് വഴി വന്നു. ഈ റോഡ് വഴി വന്നിട്ട് നേരെ താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് റിവേഴ്സിന് കയറി വന്നു കേട്ടോ. റിവേഴ്സ് കയറി റിവേഴ്സ് ഇങ്ങനെ കയറി വന്നിട്ട് സംഭവിച്ചിരി കഷ്ടപ്പെട്ടു കുറേ നേരം. ഞാൻ രണ്ടാമത് അവിടെ പോയി ചോദിച്ചു, ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലയെന്ന് വരെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ തന്നെ വെക്കണമെന്ന്. അതുകൊണ്ടാ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യിക്കണണ്ട ആ ഭാഗത്ത്. അപ്പോൾ ഈ തിട്ടപ്പുറത്തൂടെയൊക്കെ കയറ്റിയിട്ടാണ് കേട്ടോ കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ കുറേ സാധനങ്ങൾ, ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് എടുത്ത് കയറി പോകാമായിരുന്നു. ഇവരിവിടെ ഈ സാധനങ്ങൾ കൊണ്ടുവച്ച് ഇവിടെ ഈ പെട്ടിയിരിക്കുന്നത്. പിന്നെ ആ തിട്ടപ്പുറത്തൂടെയൊക്കെ കയറ്റി. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വെച്ചേക്കുന്ന കണ്ടുകൊണ്ട് നമുക്കൊന്ന് നേരെ ഓടിക്കാൻ പോലും പറ്റില്ല. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആ റാമ്പിൻ്റെ കമ്പി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കയറുകയും വേണം. ഇപ്പം ഇന്ന് അവനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒന്ന് സൈഡൊക്കെ നോക്കാൻ പറ്റി. സിംഗിളായിരുന്നെങ്കിൽ ഞാൻ തെണ്ടി പണ്ടാരടങ്ങിയനെ. കാരണം ഇറങ്ങി നോക്കിയും കയറി ഇറങ്ങി നോക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ മടുക്കും. അപ്പോൾ അവനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇടാ നീ വാട്സപ്പിൽ കോൾ ചെയ്യ്, എന്നിട്ട് എവിടെയെങ്കിലും തട്ടണമില്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവ ആൾ ഉഷാറായതുകൊണ്ട് കുഴപ്പമില്ല. അനീഷ് അവ അങ്ങനെ നോക്കി പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ്ട. അപ്പോൾ അവ അകത്ത് ബെൽറ്റ്, ഒരു 12 ബെല്ലറ്റിൻ്റെ ബെൽറ്റ് അഴിച്ചു കൊടുക്കാൻ വേണ്ടി കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഇടയിൽ വരും. ഇത് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട്. അല്ലെങ്കിൽ ആ വണ്ടികൾ പോകുന്നത് വരെ നിന്നാലും നമ്മളിവിടെ വന്നിട്ട് വീണ്ടും ഫ്രണ്ട് പോയിട്ട് റിവേഴ്സ് കയറി വരാൻ പറ്റൂ. അതും വെച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ വണ്ടി ഫീൽഡിൽ റിവേഴ്സ് സംഭവം എന്ന് പറയുന്നത് ഒരു മെയിൻ ടാസ്ക്കാണ്. അത്യാവശ്യം റിവേഴ്സ് അത് ഇവിടെ വരുമ്പോൾ പഠിക്കും, ഇല്ലയെന്നല്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഓരോന്ന് പഠിച്ച് വരുമ്പോഴത്തേക്ക് ഈസി ആയിട്ട്. കാരണം ഞാനും ഇപ്പോഴും ഈ റിവേഴ്സിൻ്റെ ഇതിൽ ഫുള്ള് എന്താ പറയണ, നമ്മൾ ഒരു വണ്ടിയിൽ ഫുള്ള് തെളിഞ്ഞ് ഇതായിട്ടില്ല. കാരണം ഇതിന് പല മെത്തേഡിലാണ് ഇതിൻ്റെ റിവേഴ്സ് ഇരിക്കുന്നത് ഓരോ ഇതും. അപ്പോൾ ആ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഓരോ ഐഡിയപരമായിട്ടൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാം. അപ്പോൾ റിവേഴ്സ് നമുക്ക് ഇവിടെ വരാം. പിന്നെ വണ്ടി ഫ്രണ്ട് ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ലൈനിനകത്തൊക്കെ നിർത്തി ഓടിക്കണം. കാരണം വണ്ടി ചിലപ്പോൾ ലൈനൊക്കെ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ പാളി അപ്പുറത്തെ ലൈനിലോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഏതെങ്കിലും ട്രെയിലറാണ് ആ ലൈനിൽ കൂടെ വരണമെങ്കിലും ഡേഞ്ചറാണ്. അപ്പോൾ വലിയ വണ്ടി ഓടിച്ചിട്ടില്ലാത്തവർ വലിയ വണ്ടി സ്ട്രെയിറ്റ് ഓടിച്ച് പഠിക്കാൻ മാക്സിമം ശ്രമിക്കണം. സ്റ്റിയറിങ് സ്റ്റഡിയായിട്ട് നിന്ന്. ഞാൻ പറയണതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയാണ് പറയണമെന്നുള്ള ഒരു ഇത് വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇന്ന് ഈ ഒരു റിവേഴ്സിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ഇച്ചിരി ക്ലിയർ കുറവുണ്ടെന്ന് എനിക്കറിയാം.